ഇന്ന് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല. 2 മണിക്ക് ശേഷമുള്ളതാണ്. കാരണം ഞാനും ദേവും ഇന്ന് സ്കൂളിൽ പോയില്ലേ, മഴയായതുകൊണ്ട്. അപ്പം ഞാനും ദേവും കൂടെ ഒരിടം വരെ പോയിട്ട് വന്നിട്ട് അവിടെ അതിന് ശേഷമുള്ള വിശേഷങ്ങളാണ്. വന്ന ഉടനെ അടുക്കള വൃത്തിയാക്കണത്. കാരണം ഒന്നും ചെയ്യാതെ ഇന്ന് രാവിലെ ഇറങ്ങി പോയതേ. പോയിട്ട് വന്നാണ് പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കണത്. പിന്നെ ഈ അലമാരിക്കകത്തുനിന്ന് ദേവുവിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ, ദേവ് ഉപയോഗിക്കാത്ത കുറച്ച് ഡ്രസ്സുകളുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് വേറൊരു കുഞ്ഞുണ്ട് കേട്ടോ, അവർക്ക് കൊടുക്കാം. അവർ വാങ്ങിക്കാറുണ്ട് നമ്മളിന്ന് ഡ്രസ്സുകൾ. ആ ചേച്ചിനെ കൊടുക്കാൻ വേണ്ടിയാണ് പറക്കിയെടുത്തത്. കുറേ ഡ്രസ്സുകൾ ചീത്തയൊന്നും ഞാൻ കൊടുക്കാറില്ല, ഒരുവിധം ഉപയോഗിക്കാൻ പറ്റണത് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പം കുറച്ച് ഫ്രോക്കും പാവട എടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനെയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഒരിക്കൽ ഞാനൊരു പുതിയത് കൊടുത്തിട്ടുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ഉപയോഗിച്ചത് മാത്രം കൊടുക്കാതെ ഇടയ്ക്കെങ്കിലും ഒരു പുതിയത് കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരിക്കൽ ഞാൻ ഒരു പുതിയതും കൊടുത്തിട്ടുണ്ട്, ഉപയോഗിക്കാത്തവൾ. അത് കഴിഞ്ഞ് ഒരു വരിക്കച്ചക്ക ഇരുന്ന് അതിനെ വെട്ടിമുറിച്ച് അതിനെ നമ്മൾ പിച്ചെടുത്തതിന് ശേഷം പിച്ചി വെച്ചത് എന്തിനെന്ന് വെച്ചാൽ ശ്രീദേവ് വരുമ്പോൾ കഴിക്കാം. അവന് സ്കൂൾ വിട്ട് വരാറായേ. എന്നിട്ട് ദേവുദാ അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാനാണ് ഇത്ര ആവേശത്തോടെ ഓടുന്നത്. അപ്പം ഞങ്ങൾ പോണ വഴിയിൽ ഒരു വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലെ ചെടിയാണ്. അവർ റോഡിൻ്റെ അരുവേ ആ ചെടി വെച്ച് നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ അത് കാണാൻ. ഒത്തിരി താഴെയും കുറച്ചുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുക്കാൻ നിന്നില്ല. പിന്നെ ശ്രീത് വന്നുകൊണ്ട് ഇതാ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് 2 ബോൾ ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഒരു പേര നമ്മുടെ ഷീറ്റിൻ്റെ മുകളിൽ നിൽപ്പുണ്ട്. അത് ഒത്തിരി പേരൊക്കെ വീണ് നമുക്കൊന്നും കിട്ടില്ല കേട്ടോ. അവിടെ നീ അണ്ണാനോ വവ്വാലോ ഒക്കെ കടിച്ചിട്ട് നമുക്ക് ഇടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേരയ്ക്ക് കിട്ടാത്ത മാത്രമല്ല, ഇതിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ വന്ന് വീണ് അതില്ലാതാവുന്നുണ്ട്. നമ്മുടെ കുഞ്ഞടുക്കളയിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ശ്രീതും കൂടെ ബന്ധപ്പെട്ട് അതിനെ വലിച്ചെടുത്ത് താഴെ കൊണ്ടിറക്കി. പിന്നെ 2-3 പേരൊക്കെ അതിൽ നിന്ന് കിട്ടി. അതിനെയൊക്കെ എടുത്ത് വെച്ചിട്ട് അതുപോലെ ഒത്തിരി പൊക്കത്തിന് പോയതുകൊണ്ട് കൊണ്ടാണ് ഞാൻ മുറിച്ചത്. പിന്നെ എനിക്ക് കൊറിയർ താഴെ ഒരു കടയിലാണ് കൊടുത്തത്. അപ്പം ഞാൻ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി ആ കൊറിയറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഈ ബ്ലൗസ് എനിക്കാണ് കേട്ടോ. ഞാൻ തിരുവാതിരയ്ക്ക് എനിക്ക് അതിൻ്റെ കരയ്ക്ക് ചേർന്നൊരു ബ്ലൗസ് വേണമായിരുന്നു. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ കഴുത്തിൻ്റെയൊക്കെ ഒരു ഡിസൈൻ കാണണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആ ബ്ലൗസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് മെറ്റീരിയൽ, ചുരിദാർ മെറ്റീരിയലും പിന്നെ സാരി ഓണം കളക്ഷനാണ്. ഇതൊക്കെ ഓർഡർ കിട്ടിയത്. ഇതൊരു എൻ്റെ പരിചയത്തിലൊരു ചേച്ചിക്കാണ്. പിന്നെ ശ്രീധുവിൻ്റെ സ്കൂളിലെ ടീച്ചർക്കാണ് ഇത്. പിന്നെ ചുരിദാറുള്ള ഇതൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു വന്നതാണ്. പിന്നെ അങ്ങനെ കുറച്ച് ചുരിദാറും പിന്നെ വിചിത്ര സിൽക്സിൻ്റെ ഉണ്ടായിരുന്നു, ജോർജറ്റ് മെറ്റീരിയലിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ പറക്കി വെച്ചു. പിന്നെ ഈ ബ്ലാസ്റ്റിക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയ എനിക്ക് പാടായിട്ടുള്ളത്. അപ്പോഴേക്കും സമയം 6 ആയി കേട്ടോ. പിന്നെ അപ്പോഴാണ് ഞാൻ ചോറ് കഴിച്ചത്. വേറൊന്നുമല്ല, ഞങ്ങൾ പോയ വീട്ടിൽ നിന്ന് നാരങ്ങ വെള്ളവും പിന്നെ ഇച്ചിരി സ്നാക്സും ഒക്കെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് കഴിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പ് വന്നില്ല. ഞാൻ അതുകൊണ്ട് 6 മണിയായിട്ടാണ് ചോറ് കഴിച്ചത്. പിന്നെ ഇത് തിരുവാതിരയ്ക്ക് ഇടാൻ വാങ്ങിച്ച വളയാണ്, കൊള്ളാമോ? പിന്നെ ഉടുക്കുന്ന സെറ്റ് മുണ്ട്, ഞാൻ പുളിയിലക്കര സെറ്റ് മുണ്ടാണ്